നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സർ, ഇതൊക്കെ എനിക്ക് വേണ്ടി ഇങ്ങനൊന്നും ചെയ്യണ്ട. പിന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. ആര്യവേപ്പും മഞ്ഞളും ഒക്കെയാണ് പ്രധാന ഔഷധങ്ങളെന്ന്. സർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ ഈ അവസ്ഥയിൽ ഇവിടെ നിന്നാൽ ശരിയാവില്ല. അച്ഛനെ വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ വീട്ടിൽ പോയി കിടന്നോളാം സർ. അതെ, അതൊന്നും വേണ്ട. തന്നെ നോക്കാൻ ഞാനില്ലേ? സർ, ഇത് പകരും. പകർന്നോട്ടെ. എടോ, എനിക്ക് ഒരു കുഴപ്പമില്ല. സർ, സാറിന് തലേതിന്റെ പശ്ചാത്താപമാണെങ്കിൽ അതിന്റെ പേരിൽ ഇങ്ങനൊന്നും ചെയ്യണ്ട. ഇതൊരു ചെറിയ കാര്യമല്ല. നന്ദിനി, അതെ, എനിക്ക് അസുഖം വന്നപ്പോ എന്തെങ്കിലും ഒരു കരാറ് വെച്ചിട്ടാണോ താൻ എന്നെ നോക്കിയത്? എത്ര തവണ കിടന്നു ഞാൻ? എനിക്ക് വേണ്ടി താൻ എത്ര ഉറക്കൊളച്ചു? നന്ദിനി, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഫുൾ ടൈം തന്റെ കൂടെ ഉണ്ടാവും. സാർ ഇങ്ങനെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞാല് ബാക്കിയുള്ളവരുടെ കാര്യമോ? അവർക്ക് പറ്റുമോ സർ? ചിക്കൻ പോക്സ് വന്ന വീടുകളില് പൊതുവെ മത്സ്യമാംസം ഒന്നും വയ്ക്കാറില്ല. ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് വേണം. അവർക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാവും. നന്ദിനി, മറ്റൊരാളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് താൻ ചിന്തിക്കണ്ട. ഇതേ ആട്ടി ഓടിക്കേണ്ട മാരകമായ അസുഖമൊന്നും അല്ല. ഇതെല്ലാവർക്കും വരുന്നത് തന്നെയാണ്. എടോ, താൻ ഇവിടെയല്ലേ ജീവിക്കുന്നേ? എന്നെ ഭാര്യയായിട്ടല്ലേ ജീവിക്കുന്നേ? അപ്പോ താൻ ഇവിടെ തന്നെ കിടന്നാ മതി. ഇത് സാറിനോട് ഞാൻ പറയാം. ആര് പറഞ്ഞാലും തന്നെ ഇവിടുന്ന് പോകാൻ ഞാൻ അനുവദിക്കില്ല. നന്ദിനി, തനിക്ക് എന്തെങ്കിലും വന്നാ ഞാൻ തന്നെ നോക്കില്ലെന്ന് എനിക്ക് പേടിയുണ്ടോ? അതൊരിക്കലും ഇല്ല സാർ. അക്കാര്യത്തിൽ സാറിന് എനിക്ക് പൂർണ്ണ വിശ്വാസം. പക്ഷെ ഈ അസുഖത്തിന് ഞാൻ വല്ലാതെ പേടിക്കുന്നു സാർ. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പേടിക്കും. അതിനൊരു കാരണമുണ്ട്. അതെന്താ? വേണ്ട, തൽക്കാലം അത് സാർ അറിയണ്ട. എനിക്കറിഞ്ഞൂടാ, ചിലപ്പോ അത് ഞങ്ങളുടെ കുടുംബത്തിനുള്ള ശാപാണോന്ന്. എടോ, എന്തൊക്കെയാ നന്ദിനി താനീ പറയുന്നത്? ശാപം കൊണ്ടാണ് അസുഖം വരുന്നത്. ഇതിപ്പോ കൂടിയാ 4-5 ദിവസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താൻ പെർഫെക്റ്റ് ആവും. അതെ, താനേ കണ്ണടച്ച് കിടന്നു.